ഇപ്പം മാടായിക്കാവിൽ ഇപ്പം കുറേ ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്. കുട്ടിയിൽ പോകുന്ന കർണാടകക്കാർ തേച്ചും വന്നിട്ട് അവർ ആടന്ന് കിട്ടുന്നെല്ലാം കൊണ്ടുപോയിട്ട് ആട മൂലയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ആടൊക്കെ കാണുന്നില്ല, ഒരു കെട്ട് ആടി ഇട്ടിട്ടുണ്ട്. ഇത് 2 ബസ് നടു റോട്ടുമ്മൽ വെച്ചിട്ട് നടു പാർക്ക് വെച്ചിട്ടാണ് അവർ ഭക്ഷണം പാകം ചെയ്തിട്ട് അവരിരുന്ന് കഴിച്ച് വേസ്റ്റെല്ലാം ആടി ഇട്ടിട്ട്. നമ്മളിപ്പോൾ സ്ഥിരം ഇവിടെ വരുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് എപ്പം നോക്കിയാലും കച്ചറ കൊണ്ടിട്ട് ഇങ്ങനെ വണ്ടിക്കാരാണ് അധികം കച്ചറ തള്ളുന്നത്. നീയൊന്നും ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല എന്നൊരു അപൂർവ ഇനം സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. വ്യത്യസ്ത ഇനം പൂമ്പാറ്റകളും ചെറുജീവികളും അപൂർവ ഇനം സസ്യങ്ങളുമെല്ലാം മാടായിപ്പാറയിലുണ്ട്. മാടായിക്കാവിൽ ഭക്തജനങ്ങളുമായി എത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ മാടായിപ്പാറയിൽ കയറ്റിയിറക്കുന്നത് ഇവിടുത്തെ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് ഭീഷണിയാണ്. പാറയിൽ വെച്ച് തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും. ശേഷം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ പാറയിലേക്ക് തള്ളുകയാണ്. ഇവർക്ക് നിർദ്ദേശം നൽകാൻ ആവശ്യമായ യാതൊരു നടപടിയും ദേവസ്വം വകുപ്പിന്റെയോ ബന്ധപ്പെട്ടവരുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. പാറയുടെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് ഇവർ പാറയിൽ വാഹനങ്ങൾ കയറ്റിയിറക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളുമെല്ലാം പാറയിൽ അലക്ഷ്യമായി തള്ളിയ നിലയിലാണ്. ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നത്തിലേക്കാണ് വഴിയൊരുക്കുന്നത്. ഒപ്പം പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നതിനും കാരണമാകും. ബന്ധപ്പെട്ട അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ്. വടുകുന്ത ശിവക്ഷേത്രത്തിന് പിറകുവശത്തെ വള്ളിക്കെട്ടിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വിദ്യാർത്ഥികളുടെ താവളമായി മാറുന്നതായും നാട്ടുകാർ പറയുന്നു. മാടായിപ്പാറയിൽ ആവശ്യത്തിന് വാച്ചർമാരെ നിയോഗിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഞാൻ അവിടെ ഒരു 16 സ്കൂട്ടറാണ് ഒരേപോലെ അടിച്ച് പാർക്കിൻ്റെ അടുത്തോട്ട് പോയത്. പറഞ്ഞാലൊന്നും അവർ കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. എല്ലാവരും ഇവരുടെ ഇതിൽ തന്നെ. അതുകൊണ്ട് അതിനൊന്നും ഒരു പരിഹാരം കാണുക തന്നെ വേണം. ഇപ്പം തന്നെ നോക്കറേ, എവിടെയാണ് 2 ബസ്, വലിയ ബസ്, അപ്പുറം കുറേ ബസ്, ഇപ്പുറം കുറേ ബസ്. മാടായിക്കാവിലേക്കാന്ന് പോകാൻ പറ്റുന്നില്ല, നടന്നിട്ട് വരെ പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. 2 സൈഡിലും ചളിയെല്ലാം കെട്ടിയിട്ട് ഒന്നും പറയണ്ട. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് 500 മീറ്റർ അകലെയാണ് മാടായിപ്പാറ. പോലീസിന്റെ നിരീക്ഷണം ഇവിടെ ഉണ്ടാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അത് ഭാവി തലമുറയ്ക്ക് കൂടി കാത്തുവയ്ക്കുന്നതിനും നാം തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.